സെലറ്റിസ്റ്റ് എന്ന് പറഞ്ഞവരെ ഇന്നത്തെ ലേഖനഭാഗത്തിൽ നമ്മൾ വായിക്കുകയാണ്, വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല, അല്ലെ ദൈവത്തെ ദർശിക്കാനായിട്ട് സാധിക്കില്ല എന്നൊക്കെ എബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനത്തിലൂടെ നമ്മൾ വായിക്കുകയാണ്. ഇന്നത്തെ സുവിശേഷഭാഗത്തിൽ നമ്മൾ വായിക്കുന്ന ഇപ്രകാരമാണ്. ഈശോ പറയുകയാണ്, കണ്ണാണ് ശരീരത്തിന്റെ വിളക്ക്, കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശമുള്ളതായിരിക്കും എന്ന് പറയുകയാണ്. തുടർന്ന് ഈശോ പറയുകയാണ്, നിന്നിലുള്ള ഒരു ഭാഗം പോലും, ശരീരത്തിൽ ഒരു ഭാഗം പോലും ഇരുളടഞ്ഞതാകാതെ മൊത്തം വെളിച്ചമാണെങ്കിൽ മറ്റുള്ളവർക്ക് അത് പ്രകാശം തരത്തക്ക വിധത്തില്, മറ്റുള്ളവർക്ക് പ്രകാശം നൽകത്തക്ക വിധത്തില് ശരീരം മുഴുവൻ പ്രകാശമാനമായിരിക്കുമെന്ന് നമ്മളോട് പറയുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ രണ്ട് വായനകൾ നമ്മളോട് പറയുന്നത് നമ്മുടെ ആന്തരികമായിട്ടും ബാഹ്യമായിട്ടും നമ്മൾ വിശുദ്ധിയുള്ളവരായിരിക്കണം എന്നുള്ളതാണ്. വിശുദ്ധിയോടുകൂടി ജീവിക്കാനായിട്ട് എനിക്ക് നിങ്ങൾക്ക് സാധിക്കുന്നത്. ഈ നോമ്പുകാലത്തില് നമ്മൾ പ്രത്യേകമായ രീതിയിൽ കഴിഞ്ഞ ഈ ഞായറാഴ്ച മുതൽ നമ്മുടെ വായനകളിലെല്ലാം ഇതിങ്ങനെ നിഴലിച്ച് നിൽക്കുന്നുണ്ട്. അതായത് വിശുദ്ധി എന്ന് പറയുന്ന ഒരു കാര്യം എൻ്റെ മനസ്സിനകത്തും അല്ലെങ്കിൽ ഹൃദയത്തിനകത്തും എനിക്ക് ശരീരത്തിലും വിശുദ്ധി പാലിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്. വിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ ദർശിക്കാൻ സാധ്യമല്ല. നമ്മളൊരു ഇന്നത്തെ ഈ വചനഭാഗങ്ങൾ വായിച്ചു കഴിയുമ്പോൾ ഈശോ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ശരീരം മുഴുവൻ വെളിച്ചമുള്ളതാകാനായിട്ട്, അതായത് വിശുദ്ധിയുടെ ഒരു വെളിച്ചമുള്ളതാകാനായിട്ടുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. വിശുദ്ധിയിൽ ജീവിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. വിശുദ്ധി നഷ്ടപ്പെടുത്തി കളയാവുന്ന ഓരോ അവസരങ്ങളും പാപ സാഹചര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ വിശുദ്ധിയോടെ ജീവിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.